ഇന്നത്തെ വ്ലോഗിന് കുറച്ചൊരു നീട്ടം കൂടുതലുണ്ടാവും. കാരണം ഇതിൽ പറയുന്നത് ഞങ്ങൾ എങ്ങനെ ഓരോ വണ്ടി കണ്ടെത്തുന്നത്, എങ്ങനെ ആ വണ്ടിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്, ആ വണ്ടിന്റെ അവിടേക്ക് എത്തിപ്പെട്ടിട്ട് എന്തായിരിക്കും ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടിട്ട് എന്തായിരിക്കും ആ വണ്ടിന്റെ കോലം, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഹായ്, ദിസ് ഇസ് ഫോർ മോഡോസ് ഫ്രം ഡൽഹി. ഇന്ന് നമ്മൾ 2 വണ്ടി ഇൻസ്പെക്ഷന് വേണ്ടി ഞാൻ പോവാണ്. 2 ഓർഡർ ഉള്ളത് കൊണ്ട് ആ 2 വണ്ടിയും ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ അടുത്ത് ഒക്ല വിഹാർ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങളെ ഒരു ദിവസം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും ഞങ്ങൾക്കുള്ള അസസ് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ്. ദിസ് ഈസ് ഒക്ല സ്ട്രീറ്റ്. ഏതാണ്ട് ജാമ്യന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ സ്ട്രീറ്റ് വരുന്നത്. സോ റൂമിൽ നിന്ന് രാവിലെ കുളിച്ച് മാറ്റി ഞാൻ ഇറങ്ങും. ഇപ്പൊ ഏതാണ്ട് 10:30 ആയി. ഇപ്പൊ അങ്ങനെ ഇറങ്ങി 2 വണ്ടി നോക്കാൻ വേണ്ടി ഞാൻ പോവാണ്. ഒന്നും അറിയില്ല ആ വണ്ടി എങ്ങനെയാ സ്ഥിതി, കണ്ടില്ല. ജസ്റ്റ് ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ വൃത്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് പോയി നോക്കുക. നടന്ന് ഞാൻ ഞങ്ങളുടെ മെട്രോ സ്റ്റേഷനിൽ എത്തിക്ക്. ഞാൻ ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ, ഒക്ല വിഹാർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് എന്താക്കുന്നത് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. എൻ്റെ അല്ല, ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പം നമ്മളാക്കുന്ന ടിക്കറ്റൊക്കെ എടുത്തേക്കണ്. കാരണം മെട്രോയിനുള്ളിൽ കയറിയാൽ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റൂല, അലോഡല്ല മെട്രോയിലുള്ള വീഡിയോ ചെയ്യുന്നത്. ഇന്നപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ജനക്പൂരി ബസ്സിലാണ്. അവിടെ ഒരു BM നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോയി നോക്കുക എന്താണ് വണ്ടിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ടുണ്ടാകാം നോക്കാം. ഈ ജനക്പൂരി ബസ്സിലേക്ക് നമുക്ക് ഏതാണ്ട് 52 മിനിറ്റോളം യാത്ര ചെയ്യണം. ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്യണം. 13-14 സ്റ്റേഷൻ ഉണ്ട് ഈ ജനക്പൂരി ബസ്സിലേക്ക്. പെട്രോൾ ഇങ്ങനെ ഇരുന്നെങ്കിൽ അവിടെ ഇറങ്ങി അവിടുന്ന് പിന്നെ ഊബറൊക്കെ വിളിച്ചെങ്കിൽ പോയെങ്കിൽ അവിടെ എത്തണം. ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കലോ റീൽ ചെയ്യലോ ഒന്നും അലോഡായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ജനക്പൂരി ബസ്സിൽ എത്തിയിരിക്കുന്നത്. പിന്നെ നല്ല കാലാവസ്ഥ കേട്ടോ. അതുപോലെ തന്നെ വരും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഊബർ വിളിച്ചിട്ട് വേണം നമ്മൾ ആ വണ്ടിൻ്റെ എക്സാക്ട് ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാൻ. ഇതാണ് പ്ലേസ് എന്ന് പറയുന്നത്. അവിടുത്തെ സ്റ്റാഫിക്കും ഈ റിക്ഷ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഊബർ ഇടണം. ഊബർ ഇട്ടെങ്കിൽ ആ ആളെ വെയിറ്റ് ചെയ്തെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. ഊബർ കിട്ടുന്നില്ല ഗായ്സ്, ഊബർ കിട്ടുന്നില്ല, ആരും പിക്ക് ചെയ്യുന്നില്ല. അപ്പോളേ നമുക്ക് ഊബർ കിട്ടിയില്ല. കാരണം ഭയങ്കര ട്രാഫിക്കാണ്. അപ്പൊ ട്രാഫിക് ജാം ആയിട്ട് ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ വരാൻ പറ്റായിട്ട് എങ്ങനെ അയക്കും അറിയില്ല. പക്ഷെങ്കിൽ ഊബറാൻ ആരും എത്തിയില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞ് ഈ റിക്ഷ കയറി ഞാൻ പോവാണ്. ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാല് കേരള സ്കൂൾ അങ്ങനെ ഊബറുകാരന് പൈസയും കൊടുത്ത് ഞാൻ നമ്മളെ സ്പോട്ടിലേക്ക് നടുക്കാട്ടോ. ഈ ഇവിടുന്ന് കുറച്ചും കൂടി നടുക്കാണ്ട് നടന്ന് ഞാൻ പോകാണ്ട്. എന്നിട്ട് അവിടെ എത്തിയിട്ട് വേണം വണ്ടി നോക്കാൻ. അപ്പോൾ ഒറ്റന്മാരെ മുമ്പിൽ എടുക്കുന്നുണ്ട്. ഒരു ചായ കുടിക്കേണ്ടതിനും ചായയും കൂടി ഞാൻ കുടിക്കില്ല. രാവിലെ കുടിച്ച് മാറ്റി എണീറ്റ് ഞാൻ പോരില്ല. അങ്ങനെയാണ് സാധാരണ ചെയ്യല്. ചായ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം, എന്നെ കൂടിയ. ഇപ്പോഴേ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നടന്ന് ഞാൻ. പിന്നെ ഞാൻ എൻ്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഉണ്ടോ. വികാസ്പുരി കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ സെൻറ്ററിൽ അങ്ങനെ തോന്നുന്നു. ഇവിടെ ഒരുപാട് ലക്ഷറി കാറുകളുണ്ട് കേട്ടോ. ലക്ഷറി ഉണ്ട്, അല്ലാത്തതുണ്ട്. പിന്നെ ഒരുപാട് കാർ ഡീലേഴ്സിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സെയിൽ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ നമ്മളെ വെഹിക്കിൾ ആക്കണ ഇതാണ്. ഇവിടെ ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെഹിക്കിൾ. പിന്നെ 2017 മോഡൽ 520D ആണിത്. പിന്നെ 1,00,000 എത്രയായിരുന്നു മറന്നുപോയി. 1,25,000 അങ്ങനെ എന്തോന്നാണ് ഇത് ഓടിയത്. 1,21,000 കിലോമീറ്ററാണിത് റൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടോ? ഇൻറ്റീരിയറൊക്കെ ക്ലിയർ ആണോ, നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ. പിന്നെ ബ്രൗണിഷ് കളറിൽ വരുന്ന ലെതർ കോട്ടിങ് വരുന്ന അടിപൊളി ഇൻറ്റീരിയർ. പിന്നെ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിട്ടാണ് വെഹിക്കിള്. പിന്നെ ഇതിൻ്റെ ഓൾ അറൗണ്ട് വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വെഹിക്കിള്. ഇവിടെ നല്ല വൃത്തിക്ക് ആരോ ഒന്ന് എഴുതി പഠിച്ചിരിക്കണ്. മക്കളാണോ അല്ലെങ്കിൽ വേറെ ആരാണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഇതാണ് വെഹിക്കിള്. ഫസ്റ്റ് ഓണർഷിപ്പ് വെഹിക്കിളാണിത്. ഓക്കെ, എൻജിൻ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മള് സൗണ്ടോ എക്സ്ട്രാ സൗണ്ടും കാര്യങ്ങളും. എൻ്റെ എൻജിനൊക്കെ എന്താ അവസ്ഥ?
ഓക്കെ നോക്കാം ഇതൊക്കെ പക്കാണ്. പിന്നെ ഹിസ്റ്ററി എടുക്കണോ? ഇനിയിപ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നൊക്കെ അറിയണം. നിങ്ങൾക്ക് ബേക്കൊക്കെ ഉണ്ടോ? അടിപൊളി അടിപൊളി ഇന്റീരിയറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയാണ് ഇന്റീരിയർ. എക്സ്റ്റീരിയറിലാണെങ്കിലും വലിയ ആ ഭാഗത്ത് നിങ്ങൾ കണ്ട ആ ഒരു വര മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അല്ലാണ്ടില്ല. ഓക്കെ വണ്ടിന്റെ പെയിന്റിന്റെ ക്വാളിറ്റി നോക്കുകയാണ്. റീപെയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? പക്ഷെ എന്താ റീപെയിന്റ് എന്താ ഇല്ലാണ്ടില്ല, മുന്നിൽ കുറച്ചുള്ളൂ. മുന്നിലല്ലേ? ഇന്ന് കുറച്ച് റീപെയിന്റ് ഉണ്ട് ഈ ഭാഗത്തായിട്ടാ, ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ അങ്ങനെ വെഹിക്കിളിലെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എഞ്ചിനും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് ഇനി ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോവാണ്. ടെസ്റ്റ് ഡ്രൈവ് നടത്താനുള്ള ഒരുക്കത്തിലാണ്. കംഫർട്ടിലും ചവിട്ടി വെക്കും ഗൈസ്. അപ്പോൾ നമ്മളെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മഴയുണ്ട്, മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. ബാസ് ഇതാക്കുന്ന നമ്മളെ കസ്റ്റമറിന് കാര്യങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് വണ്ടീൻ്റെ കണ്ടീഷന് കാര്യങ്ങൾ നോക്കാം. വണ്ടി കുഴപ്പമില്ല, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിയിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വണ്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഗൈസ് 11 മണിക്ക് നമ്മൾ എത്ര മണിക്കാണ് എത്തിയത്? 12 മണിക്കോ 12 മണിയൊക്കെ ഞാൻ എത്തിക്കി. ഇപ്പോൾ വണ്ടി ഡിസ്കഷൻ ചെയ്ത് ഞാൻ പോവാണ്. അതേസമയം അത് ഡീറ്റെയിൽഡ് ആക്കി ഞാൻ നോക്കിയത് അതിൻ്റെ ഇഷ്ടം നമ്മൾ കിട്ടിയില്ല. ഇഷ്ടം അയച്ചിരുന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വണ്ടീൻ്റെ ഇഷ്യൂ എന്താ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെയും പോയി. ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടോ അത്? ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ ഫൈൻഡ് ചെയ്തതാണ്. പിന്നെ മറ്റടുത്ത് നോക്കിയല്ല, മറ്റടുത്ത് ഭയങ്കര റൈറ്റാ. അങ്ങനെ മെനു നോക്കിക്കൊണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ച് മെട്രോയിൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. വണ്ടി നോക്കാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. കഴിഞ്ഞില്ല അല്ല, അട്ടാണ്ടി നോക്കാൻ പോലെ അപ്പളേ മെട്രോയിലെത്തി. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുഗോൺ 67 സെക്ടറിലാണ്. ഇവിടെ വണ്ടി നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയായി. ഇപ്പോഴും നമ്മളെ എത്തിക്കാനും കഴിഞ്ഞില്ല. ഐ മീൻ റൂമിലെത്തി കഴിഞ്ഞില്ല. ആ വണ്ടി എടുത്തെങ്കിൽ നമുക്ക് എത്തണം, ആ വണ്ടി ചെക്ക് ചെയ്യണം, പിന്നെ എന്നിട്ട് അതിൻ്റെ എന്താണ് കണ്ടീഷന് കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോഴും എത്തിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഊബർ ബുക്ക് ചെയ്തിരിക്കുന്നത് വെയിറ്റ് ചെയ്യാണ്. ഊബറിൽ കയറി ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അങ്ങനെ ഓട്ടോ നമ്മൾ ഇറങ്ങി. ഊബർ നമ്മൾ വണ്ടിയുള്ള സ്പോട്ടിലെത്തി. നമ്മൾ 7 കിലോമീറ്റർ താണ്ടിയാണ് ഇതാക്കുന്നത്. ഇപ്പം സമയം ഏതാണ്ട് 9:30 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വണ്ടി മുമ്പിലാണുള്ളത്. ഇത് ആണ് വണ്ടി, BMW 520D ലക്ഷറി ലൈൻ. വണ്ടിയുടെ ഒരു ഓൾ അറൗണ്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? ദിസ് ഈസ് ദ വെഹിക്കിൾ. ബ്ലാക്ക് കളറിലുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ് ഇത്. നമ്മൾ ആക്ച്വലി ഡയറക്റ്റ് ഓണർ എടുത്തുനിന്നാണ് കേട്ടോ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ വെഹിക്കിൾ ഓണർ. ജി आपका नाम? പ്രദീപ് ചേട്ടോ. പ്രദീപ് ചൗധരി. ഇതാണ് വണ്ടിൻ്റെ ഓണർ. സോ കണ്ടോ, നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് നിൽക്കുകയാണ്. അത് പിന്നെ എൻജിൻ ബാഗാണത്. കുറച്ച് പൊടി വെച്ചിരിക്കുന്നത് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ പൊടി വെച്ചെങ്കിലും എൻജിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻറ്റീരിയറിൽ ഉള്ളിലത്തെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വർക്കാവുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. अले छोटा मॉडल सेल करके फिर ये ले लो. हाँ ये ब्रांड न्यू है ना, फर्स्ट ओनर है. ഇത് ഫസ്റ്റ് ഓണറാണ്. പിന്നെ ഒരു അമീർ എത്ര കിലോമീറ്റർ ഓടിയത്? 57,117 അല്ലേ കിലോമീറ്റർ ആണ്. ഇത് ടോപ്പൻ്റെ മോഡലല്ലേ? ഇത് ഓട്ടോ പാർക്ക് വരുന്ന ടോപ്പൻ്റെ മോഡലാണിത്. പിന്നെ
ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം വണ്ടി കണ്ടീഷൻ ആണോ അല്ലേ നോക്കാം. ഇന്നത്തെ വ്ളോഗ് ഇതാക്കുന്നത് നമ്മുടെ കൈയാണ്. ഇന്ന് 2 വണ്ടി ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു, 2ഉം പോയി ഞാൻ ചെയ്ത് ഇപ്പോൾ ഇതാക്കുന്ന വീട്ടിലേക്ക് പോവാണ്, വീട്ടിലെ റൂമിലേക്ക് പോവാണ്. സോ ഇനി നാളെ കാണാം. രാവിലെ 10 മണിക്ക് ഇറങ്ങിയിരുന്നു, ഇപ്പോൾ ഇതാക്കുന്ന വീട്ടിൽ കയറുന്നത് ഏതാണ്ട് 10:30-11 മണി ആയിരിക്കും. ഓക്കെ, ബൈ.